ഓം പരാശരായ നമഃ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് മുടക്ക് രാശി എന്താണെന്നാണ്. മുടക്കമുണ്ടാക്കുന്ന രാശിയാണ് മുടക്ക് രാശി. തമിഴ് അസ്ട്രോളജി പ്രകാരം മുടക്ക് രാശി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുടക്കു രാശി ഇതെങ്ങനെ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് എന്തിനെടുക്കുന്നു, ഇതിന്റെ ഗുണം, ഇതിന്റെ ദോഷം, ഇതൊക്കെ നമുക്ക് നോക്കാം. ഒരു ജാതക പ്രകാരം നമുക്ക് ഫലം തരുന്നത് നിൽക്കുന്ന രാശി ബേസ് ചെയ്തും ഭാവം ബേസ് ചെയ്തും കാലചക്രത്തില് ഗ്രഹചാരം ബേസ് ചെയ്തും ഗ്രഹ ദശാബുദ്ധി ബേസ് ചെയ്തുമാണെന്ന് നിങ്ങൾക്കറിയാം. ചാരവശാല്, അതായത് ഗ്രഹങ്ങളുടെ ഗതിയിൽ ഒരു ഗ്രഹം ഏത് ഗ്രഹത്തിന്റെ മുകളിൽ നിൽക്കുന്നുവോ ആ ഗ്രഹത്തിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആക്ടിവേറ്റ് ചെയ്യും. അതാണ് വിധി. ഈ വിധി നമ്മൾ ചാരവശാലുള്ള ഫലം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ചാരവശാല് ഇന്ന നക്ഷത്രത്തിന് ചാരവശാല് ഇന്ന ഫലം എന്നുള്ളത് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. കാര്യം ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിന്റെ മുകളിൽ ഒരു വറുടഗ്രഹം, അതായത് ശനി, രാഹു, കേതു ഒക്കെ വരുമ്പോൾ കൂടുതൽ ഫലം അത് നൽകും. അപ്പോൾ ഒരു രാശി എം ടി ആണെങ്കിലോ, ഒരു രാശിയിൽ ഗ്രഹമില്ലെങ്കിൽ അതിന്റെ ഫലം ആ ചാരവശാലുള്ള ഗ്രഹം കുറവേ നൽകുള്ളൂ. ദൃഷ്ടി കൊണ്ടും നിൽപ്പ് കൊണ്ടും ഒരു ഗ്രഹം ഉണ്ടെങ്കിലേ ഇത് കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യുള്ളൂ എന്നതാണ് വൈപ്പ്. ഇപ്പൊ ഒരു രാശിയുടെ ഫലം പറയുന്നത് ചന്ദ്രനാടി ഉപയോഗിച്ച് ചന്ദ്രന്റെ മേളിൽ വ്യാഴം വരുമ്പോഴോ ശനി വരുമ്പോഴോ ഒക്കെ പറഞ്ഞാൽ ഏറെക്കുറെ ശരിയായി വരുമെങ്കിലും ലഗ്നപുള്ളി എവിടെയാണ് നിൽക്കുന്നത്, ഏത് സാരത്തിൽ നിൽക്കുന്നു, ഏത് രാശിയിൽ നിൽക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി ഗ്രഹങ്ങൾ വരുമ്പോൾ ഏത് ഭാവത്തെ അത് ഏക്കും എന്നുള്ളതിനെ സംബന്ധിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന ഫലം. ഞാൻ പറഞ്ഞ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്സ് നമുക്ക് നേരെ ഈസി ആയിട്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. മുടക്ക് രാശി കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമ്മളുടെ ജാതകത്തില് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണ് കൂറ് അല്ലെങ്കിൽ രാശി എന്ന് പറയുന്നത്, ചന്ദ്രരാശി. സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം, അത് ആത്മകാരകനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം. ഈ ജൈമിനി സിസ്റ്റം ഓഫ് അസ്ട്രോളജിയിൽ ആത്മകാരകം വ്യത്യാസമുണ്ടെങ്കിലും പരാശരന്റെ ആത്മകാരകനായിട്ടുള്ള സൂര്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം മുതൽ നമ്മൾ എണ്ണും 1, 2, 3 അതും കൂടി കൂട്ടി എണ്ണണം. അപ്പോൾ മൂലം എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ തന്നെ വേരായിട്ടുള്ള മൂല നക്ഷത്രം, ആ മൂല നക്ഷത്രം വരെ എണ്ണി നോക്കണം. അങ്ങനെ എണ്ണിയിട്ട് ആ എണ്ണിക്ക് എത്ര ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഉദാഹരണം 4 ആണെങ്കിൽ വീണ്ടും അത് മൂലം കഴിഞ്ഞ് അടുത്ത നക്ഷത്രമായ പൂരാടം മുതൽ എണ്ണുക. പൂരാടം മുതൽ പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, അങ്ങനെ എണ്ണുമ്പോൾ വരുന്ന നക്ഷത്രം മുടക്ക് നക്ഷത്രമായിട്ട്, മുടക്ക് സാരം എന്ന് പറയും. ആ നക്ഷത്രം നിൽക്കുന്ന രാശി മുടക്ക് രാശിയായിട്ടും വരും. നമുക്കത് ചെയ്തു നോക്കാം. ഉദാഹരണം, ഇപ്പോ സൂര്യൻ ലഗ്നം, ഇവിടെ സൂര്യൻ 6 നിൽക്കുന്നത് വിചാരിക്കാം. സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം അത്തമാണെന്ന് വിചാരിക്കാം. ഇവിടെ ഹസ്തത്തിലാണ് നിൽക്കുന്നത്. ഇത് മൂല നക്ഷത്രം ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ. മൂല നക്ഷത്രം ഈ രാശിയിലാണുള്ളത്. അപ്പൊ ഹസ്തം, അതായത് അത്തം മുതൽ എണ്ണുക. അത്തത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, 7ാമത്തെ നക്ഷത്രം വന്നു. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം. അപ്പൊ 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പൊ ആ എണ്ണിക്ക കിട്ടി. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അത് 7 സ്റ്റാർസ് കിട്ടി, ഗ്യാപ്പാണ്. അപ്പൊ നേരെ ഈ 7 സ്റ്റാർസ്, ഈ മൂലം കഴിഞ്ഞുള്ള നക്ഷത്രമാണ് പൂരാടം. പൂരാടം മുതൽ എണ്ണിയ നമുക്ക് കിട്ടും. അപ്പൊ പൂരാടം, ഉത്രാടം,
തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി. അപ്പൊ പൂരാടം പോലെ പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി. അപ്പൊ ഇത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ വന്ന് നിൽക്കും. അപ്പോ ഈ ജാതകന് ഉത്രട്ടാതി നക്ഷത്രമാണ് മുടക്ക് നക്ഷത്രം, മുടക്ക് സാരം. ഈ ജാതകന് മുടക്ക് സാരം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. അപ്പൊ ഉത്രട്ടാതി നക്ഷത്രത്തില് ഇയാള് പരമാവധി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് അത് മുടക്കാവും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഇറങ്ങി തിരിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾ കലണ്ടറിൽ നോക്കിയിട്ട് ഏത് നക്ഷത്രമാണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇന്ന് ഏത് നക്ഷത്രമാണെന്ന് കലണ്ടറിൽ രാവിലെ നോക്കി മനസ്സിലാക്കുക. നിങ്ങളുടെ നക്ഷത്രം അത്തമാണെങ്കിൽ നിങ്ങൾക്ക് ഉത്രട്ടാതി മുടക്കാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നക്ഷത്രമല്ല, നിങ്ങളുടെ സൂര്യൻ ഇരിക്കുന്ന നക്ഷത്രം. എന്നിട്ട് ആ നക്ഷത്രത്തിൽ ഉള്ള പരിപാടികൾ വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. അപ്പോ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഉത്രട്ടാതിയിൽ ചന്ദ്രൻ ഇരിക്കുകയാണെന്ന് വരിക. ഉത്രട്ടാതിയിൽ ചന്ദ്രൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മനക്ഷത്രം ചന്ദ്രനല്ലേ, ജന്മസാരം. ജന്മതാരം അഥവാ ജന്മസാരം ചന്ദ്രനായതുകൊണ്ട് ഈ മുടക്ക് മുഹൂർത്തത്തെ ബാധിക്കണമെന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ മുഹൂർത്തത്തെ ബാധിക്കണമെന്നില്ല. നേരെ മറിച്ച് ആ മുടക്ക് രാശിയെ ചിലപ്പോൾ ബാധിക്കും. ഉദാഹരണം പറഞ്ഞ അത്തത്തിന്റെ തൊട്ട് മുന്നത്തെ നക്ഷത്രമായിട്ടുള്ള അത്ത നക്ഷത്രം സൂര്യനായിരുന്നപ്പോൾ അതിന്റെ തൊട്ട് മുന്നത്തെ ജന്മനക്ഷത്രം ഉത്രട്ടാതി നിങ്ങളുടെ ജന്മനക്ഷത്രം ഒന്നും ആയിരിക്കാം. ഉത്രട്ടാതി ചന്ദ്രൻ നിൽക്കുന്നത്, അത്തം സൂര്യൻ നിൽക്കുന്നത്. ഇതിന്റെ തൊട്ട് മുന്നത്തെ നക്ഷത്രമായ പൂരുട്ടാതിയെ മുടക്കം ബാധിച്ചേക്കാം. കാരണം വ്യക്തമായിട്ടും തലേ നക്ഷത്രമായിട്ടുള്ള ആ നക്ഷത്രത്തെ മുടക്കം ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ജന്മനക്ഷത്രത്തെ മുടക്കം ബാധിച്ചാല് അതിന്റെ ചില ഫോൾട്ടുകൾ ഉണ്ടായേക്കാം ജീവിതത്തിൽ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രത്യേകമായ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജന്മനക്ഷത്രം എടുക്കാം കേട്ടോ. മുടക്കാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ജന്മനക്ഷത്രം മുടക്ക നക്ഷത്രമായി വന്നാല് നിങ്ങൾക്ക് ജന്മനക്ഷത്രത്തിൽ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ നക്ഷത്രത്തെ പവറാക്കാം. ഈ മുടക്ക് രാശി ആ സമയത്ത് ബാധിക്കണമെന്നില്ല. ഇത് ഒരു കോൺസെപ്റ്റ്. ഇനി മുടക്ക് നക്ഷത്രം നിൽക്കുന്ന രാശിയാണ് നമ്മൾ കണ്ടെത്തിയത്. ആ രാശി മുടക്ക് രാശിയാണ്. അപ്പൊ ഇത് മീനൻ രാശി മുടക്ക് രാശിയാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ ഈ രാശിയുടെ മുകളില് ശനി, രാഹു, കേതു ഇതുകളൊക്കെ ഒരു സമയത്ത് വരികയാണെങ്കിൽ ഈ രാശിയെ ബാധിക്കും. ഇവിടെ ഗ്രഹം നിൽക്കണമെന്നില്ല, ഒറ്റ ഗ്രഹം അവിടെ നിൽക്കുന്നില്ലെങ്കിലും ഈ രാശിയെ ബാധിക്കും. രാശിയെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ലഗ്നം കൊണ്ട് ആ രാശി ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തെ ബാധിക്കും. 12ാം ഭാവം ശയനഭാവം എന്ന് പറയാം. ഒരു ലഗ്നം സാർന്നതെന്ന് പറഞ്ഞാൽ ജനിച്ച വ്യക്തിയെ ഡയറക്റ്റ് ബാധിക്കുന്നത്. ഉറക്കം, ശയനം എന്ന് പറഞ്ഞാൽ ഉറക്കം, അവന്റെ മറ്റു ശയനങ്ങള്, മനൈവിയുമായിട്ടുള്ള കിടപ്പ്, ഇതൊക്കെ ബാധിക്കും. ഇവിടെ രാഹു, ശനി, കേതു നിന്ന് കഴിഞ്ഞാൽ പലവിധ ബാധിപ്പായിരിക്കും. രാഹു കേതു ആണെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളും രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ശനിയാണെങ്കിൽ ഉറക്കത്തിനിടയിൽ എണീക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ 12ാം ഭാവം എന്ന് പറഞ്ഞാല് വെളിനാട് പയനം, ദീർഘ ദൂരമുള്ള പയനം, യാത്രകൾ. അപ്പൊ വേറെ ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ആ ഇടത്തിൽ നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ ഗ്രഹം നിൽക്കണമെന്നില്ല. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ മുടക്ക് രാശി കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. മുടക്ക് നക്ഷത്രം കണ്ടുപിടിക്കാനാണ് നിങ്ങൾ എണ്ണേണ്ടത്. മുടക്ക് രാശി കണ്ടുപിടിക്കാൻ എണ്ണേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ മേടൻ രാശി എന്ന് വിചാരിക്കാം. അവിടെ സൂര്യൻ നിൽക്കണം, ഇവിടെ ചന്ദ്രൻ നിൽക്കുന്ന വിചാരിക്കാം. ലഗ്നം ധനു ആണെന്ന് വിചാരിക്കാം.
ചുമ്മാ എഴുതിയതാണ്. അപ്പൊ സൂര്യൻ നിൽക്കുന്ന രാശി മേടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനിച്ച മാസം മേടമാസമാണ്. ഇപ്പൊ ഇവിടെ മുതൽ എന്ത് ചെയ്യണം? മൂലം വരെ ആക്ച്വലി എണ്ണണം. ഇതിപ്പോ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം അശ്വിനിയാണെന്ന് വിചാരിക്കാം. അശ്വതി. ആക്ച്വലി അശ്വതി മുതൽ മൂലം വരെ നിങ്ങൾ എണ്ണണം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട. ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണേണ്ട വരും. അപ്പോ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനേ എഴുതാം. എനിക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീര്യം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം. 19ാമത്തെ നക്ഷത്രം. ഇത് എന്നാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ഇടത്ത് കൈ എടുത്തിട്ട് ചെറുവിരൽ മടക്കുക. 1, 2, 3, 4, 5. ഇനി വീണ്ടും നിവർത്തുക. 6, 7, 8, 9, 10. അപ്പൊ 10 കിട്ടും. അപ്പൊ നോക്കിയേ, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീര്യം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം. മകം വരെ 10 ആയി. പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി 15 ആയി. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം 19 ആയി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണാൻ പറ്റും. ഇത് ഓർത്ത് വയ്ക്കുക. ജ്യോത്സ്യന്മാരെ എണ്ണുന്ന മെത്തേഡാണത്. മാന്ത്രികന്മാർ എണ്ണുന്ന ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെ എണ്ണും. അത് പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ 19 നക്ഷത്രം. ഇത് 19 ആണെന്നറിയാൻ യാതൊരു പാടുമില്ല. അശ്വതി കഴിഞ്ഞ് 10ാമത്തെ നക്ഷത്രം നോക്കിയതാണ് മകം. 19ാമത്തെ നക്ഷത്രം മൂലം. ജന്മ അനുജന്മ നക്ഷത്രമാണ്. അപ്പോ 1ാമത്തെ അനുജന്മ നക്ഷത്രം, അതായത് അശ്വതിയുടെ അനുജന്മ നക്ഷത്രം ഏതാ? മകം. അപ്പൊ മൂലം എന്ന് പറയുന്ന അടുത്ത അനുജന്മ നക്ഷത്രം. അതിന് ത്രിജന്മ നക്ഷത്രം എന്നൊക്കെ ചിലപ്പോ പറയും തമിഴില്. അപ്പോ നമ്മള് ഇവിടെ മുതല് മൂലം വരെ നമ്മൾ എണ്ണി അല്ലെ? അപ്പൊ എത്ര കിട്ടി? മൂലം വരെ എണ്ണിക്കഴിഞ്ഞപ്പോ 19 കിട്ടി. അത് പൂരാടം മുതൽ എണ്ണണം. അപ്പൊ നിങ്ങൾക്ക് 19ാമത്തെ നക്ഷത്രം കണക്കാക്കാൻ വളരെ ഈസിയാ. എന്ത് ചെയ്താൽ മതി? പൂരാടം, ഭരണി, പൂരം. ഇങ്ങനെ നോക്കുമ്പോ തന്നെ മനസ്സിലാവും പൂരാടത്തിന്റെ 10ാമത്തെ നക്ഷത്രം ഭരണിയും, ഭരണിയുടെ 19ാമത്തെ അടുത്ത, അതായത് പൂരാടത്തിന്റെ 10ാമത്തെ ഭരണി, 19ാമത്തെ പൂരമാണെന്ന് മനസ്സിലാക്കാം. എങ്കിലും നമുക്ക് പൂരാടം മുതൽ എണ്ണി നോക്കാം. പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി 10 കഴിഞ്ഞു. കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം 15 കഴിഞ്ഞു. പൂയം, ആയില്യം, മകം, പൂരം 19. കറക്റ്റ് കിട്ടിയില്ലേ? ഇത് നമുക്ക് ചില തിയറികൾ അറിയാമെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോ പൂര നക്ഷത്രം ഇവിടെ വന്നു. ഈ ജാതകന് മുടക്ക് നക്ഷത്രം ഏതാണ്? പൂരം. ഇതാണ് മുടക്ക് സാരം. അപ്പൊ ഈ മുടക്ക് സാരത്തില് കാര്യങ്ങൾ ചെയ്യരുത്. ഇവിടെ ഇദ്ദേഹത്തിന്റെ നക്ഷത്രം ഇവിടെ നിൽക്കുകയാണ്. അവിട്ടം എന്ന നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ പൂര അഷ്ടമ രാശിക്കൂറായിട്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടു കൊടുക്കരുത് എന്ന് മനസ്സിലാക്കണം ഒരു കാര്യത്തിനും. രണ്ടാമത്തെ കാര്യം, ഈ പൂരം നക്ഷത്രത്തിന്റെ മുകളില് കേതുവോ രാഹുവോ ശനിയോ വന്ന സമയം വളരെ കഠിന പ്രശ്നമായിരിക്കും. ഇവിടെ ഗ്രഹങ്ങളൊന്നും ആവശ്യമില്ല. ഇനി മുടക്ക് രാശി കാണാൻ വളരെ സിമ്പിളാ. ഇത് ഇത്രയൊന്നും എണ്ണണ്ട. എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നിട്ട് 9ാമത്തേതാണ് ലഗ്നം എഴുതിയെന്നുള്ളൂ കേട്ടാ. ഇതെങ്ങനെ ബാധിക്കും എന്ന് പറയണം. 9ാമത്താണ് മൂലം വന്നത്. മൂലം ഇവിടെയാണ്. അതെങ്ങനെയാണ്?
1 2 3 4 5 6 7 8 9 ഒമ്പതാണ് വരുന്നത്. ഇതിന്റെ ഒമ്പതിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ മുടക്ക് രാശി കിട്ടും. 1 2 3 4 5 6 7 8 9 കറക്റ്റ് കിട്ടും. അതങ്ങനെ കിട്ടും. അപ്പോ മുടക്ക് രാശി കണക്കാക്കാം. അപ്പൊ ഇവിടെ ഗ്രഹമില്ലെങ്കിലും ഈ ഇവിടെ നിൽക്കുന്ന രാഹുകേതുക്കളും ശനിയും ബാധിക്കുമെന്നാണ് പറഞ്ഞത്. ആരെ ബാധിക്കും? ഇതിന്റെ ഈ ലഗ്നത്തിന്റെ 9ാം ഭാവത്തെ ബാധിക്കും. ലഗ്നത്തിന്റെ 9ാം ഭാവം എന്ന് പറഞ്ഞാൽ പിതാവിനെ ബാധിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അച്ഛന് കുഴപ്പങ്ങൾ ഉണ്ടാവാം. കേതു ആണെങ്കിൽ അച്ഛന് അപകടങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടാവാം. രാഹു ആണെങ്കിൽ രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, അച്ഛന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ മുടക്കി കളയും. അച്ഛൻ വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇടയാക്കും. ത്വക്ക് രോഗങ്ങളും മറ്റുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നേക്കും. ഈ രാഹു ചാരവശാല് വലിയ ഗുണമൊന്നും ഒരിക്കലും തരാൻ സാധ്യതയില്ല. ചില എക്സെപ്ഷണൽ കേസുകളിൽ മാത്രമേ അതാവുള്ളൂ. എക്സെപ്ഷണൽ കേസ് ഏതാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏത് സമയത്ത് മാത്രം ചാരവശാല് രാഹു ഗുണം തരുന്നു. ജാതകവശാല് രാഹു നിൽക്കുന്ന ഭാവങ്ങള് ഉപജയസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുകയോ രാഹുവിന് ബലമുണ്ടെങ്കിലോ ഭാവം പ്രത്യേകമായ രീതിയിൽ ചില ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാൽ നിൽക്കുകയോ ചെയ്താൽ പൊരുൾ ആധാരത്തെ ഉണ്ടാക്കി തരും. പണത്തെ സമ്പത്തിനെ കൂട്ടിത്തരും രാഹു. ഈ ശനി രാഹു അപ്പൊ പാപന്റെ കൂടെ കൂടിയത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഗുരു രാഹു ആണെങ്കിൽ ചിലപ്പോൾ അവനെ കോടീശ്വരനാക്കി മാറ്റും. അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട്. നേരെ മറിച്ച് ചാരവശാല് ഗുണത്തെ ചെയ്യില്ല. ശനിയാണെങ്കിൽ അച്ഛൻ്റെ ജോലിയിൽ തടസ്സം വരും. അച്ഛൻ വളരെ ഐഡിയലായിട്ടിരിക്കുന്ന അവസ്ഥ വരും. രോഗങ്ങളൊക്കെ പിടിച്ചു നിൽക്കിരിക്കാം. അപ്പോൾ ഇത് ചാരവശാല് ഈ മുടക്ക് രാശി കൊണ്ട് ബലം വരുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ മുടക്ക് രാശി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായല്ലോ. ഇനി പെട്ടെന്ന് മുടക്ക് രാശി പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇതും കൂടി നോക്കാം. എനിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ മതി. വേറെ മെത്തേഡ് ഉണ്ട്. ഡിഗ്രി പ്രകാരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേറെ പരിപാടി ഉണ്ട്. അത്രത്തിലേക്ക് നമുക്കിപ്പോ പോണ്ട. സൂര്യൻ ഇവിടെയൊക്കെയാണെന്ന് വിചാരിക്കാം. സൂര്യന്റെ രാശി തന്നെ. ഓക്കെ, ലഗ്നം മീനം. ഇതങ്ങ് ഏതായിരിക്കും മുടക്ക് രാശി? സിമ്പിൾ അല്ലേ? ഇത് 1 2 3 4 5 ധനു രാശി വരെ എണ്ണുക. അഞ്ചാമത്തത് ധനു മുതൽ 5 എടുക്കുക. അപ്പൊ 1 2 3 4 5. അപ്പൊ ഇതാണ് മുടക്ക് രാശി. ഇനി ഇതിലെ ഏത് നക്ഷത്രമാണെന്ന് നോക്കിയിട്ട് ആ നക്ഷത്രം മുതൽ ഇവിടം വരെ എണ്ണി വന്നം. അത് അടുത്ത കോൺസെപ്റ്റ്, മുടക്ക് നക്ഷത്രം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇതിപ്പോ മകമാണെങ്കിലോ, മകത്തിന്റെ തൊട്ട ജന്മനക്ഷത്രമാണ് മൂലം അല്ലെ? ഇപ്പൊ 10ാമത്തെ നക്ഷത്രമാവും. മകം പൂരം ഉത്രം അത്തം ചിത്ര. മകം പൂരം ഉത്രം അത്തം ചിത്ര ചോതി വിശാഖം അഴ തൃക്കേട്ട മൂലം 10ാമത്തെ നക്ഷത്രം. പൂരാടം മുതല് പൂരാടം ഭരണി പൂരം പുരാടം 10 എന്ന് പറയുന്നത് ഭരണിയാണെന്ന് മനസ്സിലാക്കാം. പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂറ്റാതി തിരുവാതിര രേവതി അശ്വതി ഭരണി. അപ്പൊ മകമാണെങ്കിൽ ഭരണിയാണ് അല്ലെ? പൂരമാണെങ്കിലോ തൊട്ടടുത്ത നക്ഷത്രം കാർത്തിക. ഉത്രമാണെങ്കിലോ തൊട്ടടുത്ത നക്ഷത്രം. ഈ കണക്കിന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഉത്തരത്തിന്റെ കാലാണ് ഇവിടെ തന്നെ വരും. ഉത്തരത്തിന്റെ മുക്കാലാണെങ്കിൽ അടുത്ത രാശിയിലേക്ക് കാർത്തിക പോകും. ഇത് സിമ്പിൾ ആയിട്ട് എടുക്കാനുള്ള മെത്തേഡുകളുണ്ട്. എന്തായാലും ഇതാണ് മുടക്ക് രാശി. മുടക്ക് രാശിയിൽ ഗ്രഹമില്ലെങ്കിലും രാഹുകേതുക്കളും അതായത് പാമ്പുകളും ശനിയും ആ രാശിയിൽ നിന്നാൽ ആ ഭാവത്തെ ബാധിക്കും. ഉദാഹരണം, ഇവിടെ ഗ്രഹമില്ലെങ്കിൽ പോലും ഇവിടെ രാഹുകേതുക്കളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ രാശിയെ കണക്റ്റഡ് ആകും, മുടക്കിനെ കണക്റ്റഡ് ആക്കും. അപ്പോൾ മുടക്കിന്റെ നെഗറ്റീവ് സൈഡാണ് നമ്മൾ പറഞ്ഞത്. മുടക്കിനെ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ 2ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തില് അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ധനപരമായിട്ടുള്ള വരായികകള്, അതായത് ഡെയിലി ഇൻകം എന്നൊക്കെ പറയില്ലേ, അതിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. തൊഴിലിനെ തടസ്സപ്പെടുത്താം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. അപ്പൊ ഇത് തമിഴ് അസ്ട്രോളജി പ്രകാരം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മുടക്ക് രാശി. ഇത് ഇനിയിപ്പോ നിങ്ങൾക്ക് തന്നെത്താനെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഇതേമാതിരി വീഡിയോകള് ഡീപ്പായിട്ട് വളരെ വിധിപൂർവമായിട്ട് ഇന്നത് വന്നാൽ ഇന്ന സംഭവിക്കും എന്നൊക്കെയുള്ള
ഒരു ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജാതകം നോക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.